പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. അങ്ങയുടെ മക്കള് ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. കർത്താവ്, അവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട്, അവിടെ സ്ഥിരമായിട്ട് അവർ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട്. കർത്താവ്, ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരിശുദ്ധയോടെ മാധ്യസേൽപ്പിക്കുന്നു. സ്കൂളിൽ പോകുന്ന അധ്യാപകര്, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങള്, കോളേജിൽ പോകുന്നവര്, അവിടെ എല്ലാം അവർക്ക് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങള് പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബാങ്കിൽ പോകുന്നവരെ, അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദൈവദുരസന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താലെ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകണേ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ
ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേൽ കർത്താവിന്റെ കരുണ, വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. God infuse your spirit, infuse your spirit of power and grace. Thank you Jesus. 1000 ആശയങ്ങളോട് കൂടിയാണ്, അതിൻ്റെ ഒരു മാംസധാരണമാണ് അമലോത്ഭവം എന്ന് പറയുന്ന ഒരു മൗലിക ആശയം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കാര്യം വെച്ചാൽ ഈ ക്രിസ്തുവാകുന്ന വചനത്തെ കൺസീവ് ചെയ്യുമ്പോൾ തന്നെ മറിയാം അത് കൺസീവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളാണ്. അതാണ് കഴിവെന്ന് നമ്മൾ പറഞ്ഞത്. ഓരോരുത്തരുടെയും കഴിവനുസരിച്ചെന്ന് പറഞ്ഞല്ലേ, മറിയത്തിൻ്റെ അമലോത്ഭവം മറിയത്തിൻ്റെ കഴിവനുസരിച്ച് ദൈവം കൊടുത്തിരിക്കുന്നത്. അല്ലാതെ മറിയത്തോട് ഡിവൈഡ് ചെയ്തിട്ട് ദൈവം പ്രത്യേക ഒരു ദാനം കൊടുത്തതിനേക്കാൾ ഉപരി ആ ദാനം ഗ്രേസ് ഇഷ്ടപ്പോൾ നേച്ചർ എന്ന് നമ്മൾ പറയുമ്പോൾ ആ നേച്ചർ മറിയത്തിനുണ്ട്. അതാണ് അതിൻ്റെ കഴിവെന്ന് പറയുന്നത്. വചനമായിട്ട് മനസ്സിലാക്കാനും വചനം വളർത്തിക്കൊണ്ടുവരാനുള്ള മനോഭാവങ്ങൾ, നിലപാടുകൾ, നയങ്ങൾ, സമീപനങ്ങൾ, പ്രതികരണങ്ങൾ, ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെയുള്ള ഒരു ഫേവറബിൾ കൾച്ചർ അറിയാം ആദ്യമൂല്യം കീപ്പ് ചെയ്തിരുന്നതിൻ്റെ പേരിലാണ് അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയണത്. പിന്നെ മറിയത്തെക്കുറിച്ച് പറയണത്, മറിയം അതായത് യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. അത് മറിയത്തോടാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ആരോടും പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. ലൂക്കാ 1:32-33 അവൻ വലിയവനായിരിക്കും, അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും, ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ലൂക്കാ 1:33 അത് ഈ യാക്കോബിന്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഞാനൊക്കെ പണ്ട് വിശ്വസിച്ചിരുന്നത്, ഈ യോഹന്നാൻ എന്നെ കുറെ വഴിതെറ്റിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തില് പുനരുത്ഥാനത്തിന്റെ പ്രഥമ സാക്ഷി മേരി മാഗ്ഡലനല്ലേ അല്ലേ? അപ്പൊ ഞാനും കഴിഞ്ഞ ഇടയ്ക്ക് വരെ വിശ്വസിച്ചിരുന്നത് പുനരുത്ഥാനത്തിന്റെ പ്രഥമ സാക്ഷി മേരി മാഗ്ഡലന എന്നാണ്. പക്ഷെ പുനരുത്ഥാനത്തിന്റെ പ്രഥമ സാക്ഷി പുനരുത്ഥാന സമയത്ത് അവിടെ ഇല്ലായിരുന്ന ആളാണ്. പുനരുത്ഥാന സമയത്ത് അവിടെ ഇല്ലായിരുന്ന ആളാരാണ്? മറിയം. അല്ല പിന്നെ ആരാണ്? പരിശുദ്ധ അമ്മയല്ലേ. അമ്മ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ബോഡി ഇറക്കി മടി കിടത്തിയതിന് ശേഷം, കല്ലറയിൽ വെച്ച് അടക്കിയതിന് ശേഷം പിന്നെ മറിയം പിക്ചറിലില്ല, പിന്നെ ഒരിടത്തുമേ ഇല്ല മറിയം. പിന്നെ അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിലെ മറിയത്തെ കാണത്തുള്ളൂ. അതിനുള്ളിൽ നടന്ന സംഭവങ്ങൾക്കെല്ലാം മറിയം തന്നെയാണ് സാക്ഷി. എന്താ കാര്യം? മറിയം പിന്നീട് ഏറ്റവും വലിയ ഹൃദയത്തിൽ സംഗ്രഹിക്കലിൻ്റെ കാലഘട്ടമാണ്. കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് മറിയത്തിൻ്റെ വീട്ടിലോട്ടുള്ള യാത്രയിൽ എടുത്ത ആ 3 ദിവസമില്ലേ, അതാണ് മറിയത്തിൻ്റെ അവസാന ഹൃദയത്തെ സംഗ്രഹിപ്പ്. എന്താ സംഗ്രഹിച്ചത്? മറിയത്തോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? മംഗളവാർത്ത സമയത്ത് എന്താ മംഗളവാർത്ത? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന്. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന്. അതാണ് മറിയം ഈ ദിവസങ്ങളിലൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചത്. സംഗ്രഹിക്കാൻ മാത്രമല്ല, അത് മറിയത്തെ കണ്ടപ്പോഴേ എഡിറ്റ് ചെയ്യാതെ എലിസബത്ത് പറയും, മേരി
നീ നേരിയല്ല, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് അരുളി ചെയ്ത അവസാനമില്ലാത്ത രാജ്യത്തിൻ്റെ രാജാവ്, എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവിൻ്റെ അമ്മയാണ് നീ. എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യത എന്ന് പറഞ്ഞിട്ട് എലിസബത്ത് പറയണത് എന്താണെന്നറിയാമോ? ശരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ, കുരിശുമരണത്തിൻ്റെ അപ്പുറത്ത് അവൻ്റെ തിരുവുത്ഥാനത്തെക്കുറിച്ച് കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ, അത് നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണെങ്കിൽ നീയാണ് പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷി. അമ്മയുടെ അമലോത്ഭവം അമ്മയെ പുനരുത്ഥാനത്തിന് പ്രഥമ സാക്ഷിയായി ഉയർത്തുന്നതും തിരുവുത്ഥാനവും തമ്മിൽ ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ അകത്ത് ജഡികമായ യാതൊരു വിഷയങ്ങളുമില്ല, എല്ലാം ആധ്യാത്മിക വിഷയങ്ങളാണ്. ആധ്യാത്മിക പ്രസരിപ്പിലും അതുപോലെ തന്നെ ആധ്യാത്മിക സൂര്യ തേജസ്സിലും നിഴലില്ലാതെ പോകുന്ന ഒരവസ്ഥയാണ് അമലോത്ഭവം. നിഴൽ വീശാത്തത്, ജഡത്തിൻ്റെ നിഴൽ വീശാത്ത സൂര്യ തേജസ്സായി സൂര്യനെ ഉടയാടയാക്കിയ, ചന്ദ്രനെ പാദപീഠമാക്കിയ, 12 നക്ഷത്രങ്ങളുടെ കിരീടം ചൂടിയ, സ്വർഗങ്ങളുടെ രാജ്ഞിയായി വിരാജിക്കപ്പെടുന്ന പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തെ, ഇരുളടഞ്ഞ ജീവിതത്തെ പ്രഭാപൂരിതമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടച്ച് 2 കൈകൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, 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 ഹല്ലേലൂയ, ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാഭിഷേകത്തിനായി നിറവോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവ കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. കൈകൾ വീശി ഹല്ലേലൂയ, 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 പാടാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. പാടാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 സ്തുതികടെ സ്തുതികടെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 എല്ലാവർക്കും മുട്ടുമേലായിരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഹല്ലേലൂയ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവപിതാവേ സ്നേഹദാതനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ സ്നേഹദാതനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഹല്ലേലൂയ ആമേൻ. ശക്തിയോടെ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഹല്ലേലൂയ ആമേൻ. ആമേൻ യേശുനാഥാ ആമേൻ. ആമേൻ ദൈവപുത്ര ആമേൻ. ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ. ആമേൻ യേശുനാഥാ ആമേൻ. ആമേൻ ദൈവപുത്ര ആമേൻ. ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ. ആമേൻ യേശുനാഥാ ആമേൻ. ആമേൻ ദൈവപുത്ര ആമേൻ. ആമേൻ സർവശക്ത നിത്യപിതാവേ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഹല്ലേലൂയ. സർവശക്തിയുള്ള ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഹല്ലേലൂയ ആമേൻ. സന്തോഷത്തോടെ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഹല്ലേലൂയ ആമേൻ. സ്തുതികടെ ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തിയോടെ സ്തുതികടെ ഹല്ലേലൂയ 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 അഭിഷേകം ഹല്ലേലൂയ സ്തുതികടെ 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 ശക്തിയോടെ സ്തുതികടെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ Hallelujah.
ഇടപെടണേ. ആത്മാവിലെന്നോട് ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോട് ഇടപെടണേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ വാർഷിക ദിനത്തിൻ്റെ ഏറ്റവും അടുത്ത മണിക്കൂറിലായിരിക്കുന്ന ഈ സമയം കൃതജ്ഞതാ സമർപ്പണ ആരാധനയുടെ അവസാന ദിവസത്തിലാണ് നാം ഓരോരുത്തരും. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ ഈ അൾത്താരയിൽ പ്രത്യക്ഷയാകാൻ ദൈവപിതാവ് തിരുമനസ്സായ ആ വലിയ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ഈ പ്രത്യക്ഷീകരണ വാർഷിക ദിനത്തോടനുബന്ധിച്ച് ഏറ്റവും അനുഗ്രഹീതമായ ഈ മണിക്കൂറിൽ ഈ സമയം ഈശോയോടൊത്ത് ആയിരിക്കുവാൻ, ദൈവമാതാവിനൊപ്പം ഈശോയെ ആരാധിക്കുവാൻ പ്രത്യേകമായിട്ട് നമ്മളെ തിരഞ്ഞെടുത്തതിന് ഹൃദയത്തിൽ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മരിയൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്കൊന്ന് ചേർന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ
ദൈവകൃപയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ, ആത്മാവാൽ വഴി നടത്തണമേ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങൾ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി. ദൈവമേ മഹത്വം. അവൻ നല്ലവൻ, അവനെയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവനെയോ
പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. ഈ ആരാധനയുടെ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കൃതജ്ഞത പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഈ ആരാധനയിൽ, ഈ അൾത്താരയിൽ ഇതുപോലൊരു ആരാധന മതിയാണ്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പരിശുദ്ധ ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായത്. ഏറെ പ്രത്യേകമായിട്ട് ഈ ആരാധനയിൽ നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി നമുക്കായിരിക്കാം. വിവിധങ്ങളായ ദേശങ്ങളിൽ നിന്ന് നമ്മളെ ഈ സമയം പരിശുദ്ധ അമ്മ തന്നെയാണ് നേരിട്ട് അമ്മയുടെ ഭവനത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്, ഈ ആരാധന മണിക്കൂറിലേക്ക് വിളിച്ചിരിക്കുന്നത്. കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ നാളിതുവരെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നടക്കാൻ സാധിച്ചതിന് നമുക്ക് നന്ദി പറയാം. ദൈവപിതാവിനോട് വലിയ വാത്സല്യത്തോടുകൂടി നന്ദി പറയാം. ഓരോ പ്രാർത്ഥനകൾ ഇവിടെ നിന്ന് ഉരുവിടുമ്പോഴും നന്ദി ദൈവമേ, നന്ദി ദൈവമേ എന്ന് ഗായക സംഘത്തോട് ചേർന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കായിരിക്കാം. ഈ ഒരു മരിയൻ പ്രത്യക്ഷീകരണം സംഭവിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത കൃപാസനമെന്ന വലിയ ആലയത്തെ പ്രതി നമുക്കൊരു നിമിഷം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. സൗത്ത് ഇന്ത്യയിൽ ആരാരും അറിയപ്പെടാതെ കിടന്നിരുന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തെ പരിശുദ്ധ അമ്മ തിരഞ്ഞെടുക്കുകയായിരുന്നു. ദൈവപിതാവിൻ്റെ പ്രത്യേക ഇഷ്ടമനുസരിച്ച് പ്രത്യക്ഷപ്പെടുവാൻ സ്വർഗീയ മഹത്വം ആ സമയം 2004 ഡിസംബർ 7-ാം തീയതി ഇവിടെ വീശുകയായിരുന്നു. പരിശുദ്ധ അമ്മ വലിയൊരു സ്വർഗീയ രഹസ്യം തൻ്റെ ജനത്തോട് വിശുദ്ധനായ ജോസഫ് അച്ഛനിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു. ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം നൽകുന്ന വലിയൊരു പ്രതീക്ഷയുണ്ട്. അതിന് ഈ ഒരു ഇടത്തെ ദൈവപിതാവ് തിരഞ്ഞെടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനത്തിന്റെ അമരക്കാരനായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ പ്രത്യേകമായിട്ട് ഈ ആരാധനയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ മരിച്ചുപോയ മാതാപിതാക്കളെ പ്രതി നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ ഒരു വൈദികനെ വളർത്തി വലുതാക്കി സഭയ്ക്ക് നൽകിയതിന് അച്ഛൻ്റെ എല്ലാ ബന്ധുമിത്രാദികളോടും ഈശോയെ സ്വർഗത്തിൽ അവർക്ക് പ്രതിഫലം നൽകണമേ എന്ന് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയെ ബഹുമാനപ്പെട്ട അച്ഛനിലൂടെയാണല്ലോ ഈ ഒരു മരിയൻ പ്രത്യക്ഷീകരണ സന്ദേശം ലോകത്തിന് കൈമാറുവാൻ ദൈവപിതാവ് തിരുമനസ്സായത്. അച്ഛനെ സഭയ്ക്ക് നൽകിയതിന്, ആലപ്പുഴ രൂപതയ്ക്ക് നൽകിയതിന്, ഞങ്ങളുടെ വ്യക്തിപരമായി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീയ പിതാവായി നൽകിയതിന്, മാർഗനിർദ്ദേശകനായി നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനിയും ഇനിയും ഈശോയെ അച്ഛന് വൻ കൃപകൾ കൊടുത്ത് ധന്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ
നാളിതുവരെ അച്ഛനിലൂടെ കൃപാസനത്തിലൂടെ ലോക ജനതയ്ക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് നന്ദി പറഞ്ഞ് പാടി പ്രാർത്ഥിക്കാം. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. 2015 കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി ലഭിച്ച നാൾ മുതൽ 45,000 മുകളിലുള്ള സാക്ഷ്യങ്ങളാണ് കൃപാസനം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അപ്പ് ചെയ്തിട്ടുള്ളത്. അത്രയേറെ വൻ കൃപകളാണ് ചുരുങ്ങിയ 10 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ, ഈ മരിയൻ ഉടമ്പടി ലഭിച്ച നാളുകൾക്കുള്ളിൽ തന്നെ ദൈവപിതാവ് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നൽകിയത്. എല്ലാ സാക്ഷ്യങ്ങൾക്കും നമുക്ക് ഹൃദയത്തിൽ നന്ദിയുള്ളവരായിരിക്കാം. നാളിതുവരെ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള എല്ലാവർക്കും ലഭിച്ചിട്ടുള്ള ഓരോരോ ചെറിയ ദൈവാനുഭവങ്ങൾക്കും നന്ദി പറയാം. ഈ സമയം ഈ ആരാധന മണിക്കൂറിലായിരിക്കുമ്പോൾ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഈ മരിയൻ കൃപകൾ സ്വന്തമാക്കിയ മക്കൾക്ക് വലിയ കൃപ ഈ സമയം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നാളിതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ള മനസ്സോടുകൂടി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ആയിരുന്നു കൊണ്ട് നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് നന്ദി അർപ്പിച്ച് പാടി പ്രാർത്ഥിക്കാം. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. കൃപാസനത്തിന് വേണ്ടി അണമുറിയാതെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ലോകം മുഴുവനുമുള്ള ഓരോ മക്കളെയും പ്രത്യേകമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ ആരാധന മണിക്കൂറിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഏറെ പ്രത്യേകമായിട്ട് അഖണ്ഡ ജപമാല ഗ്രൂപ്പുകളെ പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ പുനഃസമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈശോയെ ഓരോ അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾക്കും നേതൃത്വം നൽകുന്ന ഓരോ മക്കളെയും നീ വഴി നടത്തണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇനിയും വലിയ കൃപകൾ ഈ അഖണ്ഡ ജപമാല ഗ്രൂപ്പുകളിലൂടെ കൃപാസനത്തിൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെ ലഭിച്ച എല്ലാ കൃപകൾക്കും അഖണ്ഡ ജപമാല ഗ്രൂപ്പുകളിലൂടെ ലഭിച്ച മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ലഭിച്ച എല്ലാ കൃപകൾക്കും ഇതിന് ഉപകരണമാക്കിയ ഓരോ വ്യക്തികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേടാം, അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2025 ചരിത്ര ലിപികളിൽ എഴുതപ്പെടേണ്ട ഒരു വർഷമായി മാറ്റിയ എൻ്റെ കോൺസെക്രേഷൻ ഡേയെ പ്രതി നന്ദി പറയുന്നു. വലിയൊരു സന്യാസ സമൂഹമെന്ന സ്വപ്നത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അഭിവന്യ ആലപ്പുഴ രൂപത അധ്യക്ഷനാണ് എന്നെ ഒരു കോൺസെക്രേറ്റഡ് വേർജിൻ എന്ന പദവിയിലേക്ക് ഉയർത്തിയത്. ഈ കൃപാസനത്തിൻ്റെ ഭാവിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ അതിരൂപത ആലപ്പുഴ രൂപത അധ്യക്ഷനായ അഭിവന്യ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ കൈക്കൊണ്ട ഈ വലിയ ദൈവിക നടപടി നമുക്കറിയാവുന്നതുപോലെ ദൈവപിതാവിൻ്റെ വലിയൊരു കരുണയാണ്. നീണ്ട 14 വർഷത്തെ എൻ്റെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും സ്വർഗം നൽകിയ ഒരു പ്രത്യുത്തരമാണ് അഭിവന്യ പിതാവിലൂടെ എനിക്ക് ലഭിച്ച ഈ ഒരു കോൺസെക്രേറ്റഡ് വേർജിൻ എന്ന പദവി. ഇനിയും അനേകം മക്കള് ഈ കൃപാസനത്തിൽ ആരംഭിക്കാൻ പോകുന്ന സന്യാസ സഭയിൽ അംഗങ്ങളായി കൂടുതൽ ചൈതന്യത്തോടെ ഓരോ മിഷൻ മേഖലകളിലും പരിശുദ്ധ അമ്മയെ പോലെ മിഷൻ ചൈതന്യം ഉൾക്കൊണ്ട് ക്രിസ്തു സാക്ഷ്യം വഹിക്കുവാൻ ഈശോയെ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ 2025 ചരിത്രത്തിൻ്റെ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു വർഷമാക്കി ഞങ്ങളുടെ കൃപാസനത്തെ എൻ്റെ ഈ ഒരു പദവിയിലൂടെ ഉയർത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനത്തിൻ്റെ എല്ലാ സാമൂഹിക മിഷൻ പ്രവർത്തനങ്ങളെ പ്രതി നമുക്ക് ദിവ്യകാരുടെ നാഥന് നന്ദി പറഞ്ഞ് ഒരു നിമിഷം ആയിരിക്കാം. മരിയൻ ഉടമ്പടിയെടുത്ത അനേകം മക്കളാണ് 1987 കൃപാസനം തുടങ്ങി വെച്ച കാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നോണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് കൃപാസനത്തിൻ്റെ സാമൂഹിക മിഷൻ ദൗത്യം ഈ ലോകത്തിൽ തുടരുന്നത്. വിശപ്പനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന അനേകായിരങ്ങളിലേക്ക് മരിയൻ ഉടമ്പടിയെടുത്ത കരങ്ങളിലൂടെ ഈശോ തന്നെ സന്ധിക്കുന്ന അവിടുത്തെ വലിയ കാരുണ്യത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ഈശോയെ സ്നേഹിക്കുന്ന, അകക്കാമ്പ് തുറന്ന് സ്നേഹിക്കുന്ന കരുണയുള്ളൊരു ഹൃദയം നൽകി മരിയൻ ഉടമ്പടിയെടുത്ത ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നാളിതുവരെ കൃപാസനത്തിലൂടെ, കൃപാസനം മരിയൻ ഉടമ്പടിയിലൂടെ ഈശോയെ നിന്റെ കയ്യും കാലുമായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അങ്ങ് തന്ന ദാനത്തിനായി നന്ദിയേടാ, അങ്ങ് തന്ന സ്നേഹത്തിനായി നന്ദിയേടാ, അങ്ങ് തന്ന ദാനത്തിനായി നന്ദിയേടാ, അങ്ങ് തന്ന സ്നേഹത്തിനായി നന്ദിയേടാ. നന്മരൂപനേ, നല്ല ദൈവമേ, നന്മരൂപനേ, നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അന്യം നിന്നുപോയ സഭാ പൈതൃകങ്ങളെ, കലാരൂപങ്ങളെ സംരക്ഷിക്കുവാൻ കൃപാസനം എന്ന ഈ വലിയ പദ്ധതിയെ ദൈവപിതാവ് തിരഞ്ഞെടുത്തതിന് നമുക്കൊരു നിമിഷം ഹൃദയത്തിൽ നന്ദി പറയാം. ഈ ഒരു പുനരുദ്ധാരണ വർക്കിനാണ് ബഹുമാനപ്പെട്ട അച്ഛന് ഡോക്ടറേറ്റ് കിട്ടിയതും നന്ദി പറയാൻ വാടിപ്പെട്ടിയിൽ പോകുന്നതും തിരിച്ച് വരുന്ന വഴിയിൽ ദശവത്സര അനുഗ്രഹ പ്രാർത്ഥന കിട്ടുന്നതും തുടർന്ന് മരിയൻ ഉടമ്പടി പ്രാർത്ഥന ഈ വലിയ ആലയത്തിൽ നിലവിൽ വരുന്നതും കൃപാസനത്തിൻ്റെ സാംസ്കാരിക പൈതൃകങ്ങളും ആത്മീയ ശുശ്രൂഷകളും നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് ഇത് വെളിവാക്കുന്നത്. ഈ ഒരു വലിയ മിഷനു വേണ്ടി ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ, കൃപാസനത്തെ ദൈവപിതാവ് തിരഞ്ഞെടുത്തതിന് നമുക്കൊരു നിമിഷം ഹൃദയത്തിൽ നന്ദി പറയാം. കൃപാസനം സ്കൂൾ ഓഫ് ഫോക്ക് ആർട്സ് പള്ളിത്തോടിൻ്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കുന്ന ഈ സമയം ഈശോയെ, നാളിതുവരെ കലാസാംസ്കാരിക പൈതൃകത്തിന്, പൈതൃക സംരക്ഷണത്തിന് കൃപാസനത്തെ തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കൂടുതൽ അക്കാഡമിക് നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ ഒരു സ്കൂൾ അതിനായി ഞങ്ങൾക്ക് സർക്കാർ പദ്ധതിയിലൂടെ അനുവദിച്ചു തന്നതിന് നന്ദി പറയുന്നു. എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുവാൻ നാളിതുവരെ പരിശുദ്ധമ്മേ ദൈവമാതാവേ, മരിയൻ സാംസ്കാരിക മിഷന് നീ തന്നെ വഴികാട്ടിയായതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഗായക സംഘത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. മാനവീയതയ്ക്കെതിരായി ലിറ്റററി മിഷനിലൂടെ ദൈവപിതാവ് കൃപാസനത്തെ നേരിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിൻ്റെ നേർ പ്രതിഫലനമാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് അടക്കമുള്ള വലിയ വലിയ സർക്കാർ അംഗീകാരങ്ങൾ. എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ ഏറ്റെടുത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ ലിറ്റററി മിഷനെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ ഞങ്ങൾ പുനഃസമർപ്പണം ചെയ്ത് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, തുടങ്ങി വെച്ച എല്ലാ വർക്കുകളും സമയബന്ധിതമായി പൂർത്തീകരിച്ച് സാംസ്കാരിക കേരളത്തിന് വലിയൊരു മുതൽക്കൂട്ടാകാൻ ഈശോയെ, അച്ഛനെ ലോകത്തിൻ്റെ മുമ്പിൽ ക്രിസ്തു പ്രകാശമായി എഴുത്തിലൂടെ നീ ഉയർത്തുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് നന്ദി പറഞ്ഞ് പാടി പ്രാർത്ഥിക്കാം. അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേടാം, അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേടാം. നന്മരൂപനേ, നല്ല ദൈവമേ, നന്മരൂപനേ, നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനം എന്ന വലിയ പദ്ധതിയുടെ മിഷൻ വ്യാപനത്തിനായി നീ നൽകിയ കൃപാസനം മിഷൻ സെന്റർ, കൃപാസനം മരിയൻ വാലി,
കൃപാസനം, മരിയൻ ഗാർഡൻ തുടങ്ങിയ വലിയ പദ്ധതികൾക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വളർച്ചയാണ് ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ തന്നെ ഞങ്ങൾക്ക് വഴികാട്ടിയായി നിന്നുകൊണ്ട് അനുവദിച്ച് നൽകിയത്. എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇവിടെ ആയിരിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഗായകസംഘത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. ഒരിക്കൽ കൂടി കൃപാസനം ദൈവമഹത്വത്തിൻ്റെ വലിയ അടയാളമായി ഈ കാലഘട്ടത്തിൽ അനുവദിച്ച് നൽകിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. ഓരോരോ മിഷൻ ദൗത്യങ്ങളിലൂടെ, മരിയൻ ഉടമ്പടിയിലൂടെ, ഈ വലിയ സ്വർഗീയ പദ്ധതിയിൽ നമ്മളെ ഓരോരുത്തരെയും ദൈവപിതാവ് കൂട്ടിച്ചേർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത്രത്തോളം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. നമുക്കെല്ലാവർക്കും മുട്ടുമേലായിരിക്കാം. ഈ ആരാധനയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥനയിലേക്ക് വിവിധങ്ങളായ നമ്മുടെ ആവശ്യങ്ങൾ, നിയോഗങ്ങൾ ഈ സമയം നമുക്ക് ഹൃദയത്തിൽ ഓർക്കാം. ഇവിടെ പറയുന്ന നിയോഗത്തോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ട് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഓരോ വിഷയങ്ങളും അമ്മയ്ക്ക് ഇതൊക്കെ അറിയാം. അവർക്ക് വീഞ്ഞില്ല എന്ന് പുത്രനോട് പറഞ്ഞ ദൈവമാതാവ് തീർച്ചയായിട്ടും ഈ ആരാധനയിൽ ഈശോയോട് പറയും, അവർക്ക് വീഞ്ഞില്ല, അവർക്ക് ഈ ഓരോരോ കുറവുകളുണ്ട്. അമ്മയ്ക്ക്, പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായി നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു കുഞ്ഞിനെ പോലെ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ഈ നിമിഷമായിരിക്കാം. ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ നമുക്ക് ആദ്യമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛനിലൂടെയാണല്ലോ കൃപാസനം എന്ന വലിയ ദൈവിക പദ്ധതി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടിയത്. ആരോഗ്യം വകവയ്ക്കാതെ ദിവസത്തിൽ 4-5 മണിക്കൂർ മാത്രം ഉറങ്ങി ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം പ്രാർത്ഥനയായി ദൈവജനത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ, സ്വർഗീയ പിതാവിൻ്റെ മുമ്പിൽ, ത്രിത്വൈക ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധനായ വൈദികനായ ബഹുമാനപ്പെട്ട അച്ഛനെ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ എല്ലാ ശാരീരിക അസ്വസ്ഥതകളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഏറ്റെടുത്തിരിക്കുന്ന ഓരോ ദൗത്യങ്ങളിലും പരിശുദ്ധമ്മേ ദൈവമാതാവേ, നീ തന്നെ കയ്യായി പ്രവർത്തിച്ചുകൊണ്ട് തക്ക സമയത്ത് ഓരോരോ ദൗത്യങ്ങളും പൂർത്തീകരിച്ച് ഈശോയെ ദൈവമഹത്വത്തിൻ്റെ വലിയ അടയാളമായി ഈ സമയം
ഈ ആരാധനാ സമയം അച്ഛനെ ഉയർത്തണമേ എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കൃപാസനത്തിൽ നാളിതുവരെ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള മക്കൾ, കൃപാസനം 1987 ശുശ്രൂഷ ആരംഭിച്ചത് മുതൽ അച്ഛൻ്റെ കൗൺസിലിംഗ് ശുശ്രൂഷയിലൂടെയും ആരാധനയിലൂടെയും ദൈവിക സന്ധിപ്പ് കിട്ടി ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയ ഓരോ മക്കളെയും ഈ സമയം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെല്ലാം ദൈവകൃപയിലായിരിക്കുവാനുള്ള വലിയൊരു അഭിഷേകം ഈ പ്രത്യക്ഷീകരണ മണിക്കൂറിൻ്റെ തൊട്ടടുത്ത് ആയിരിക്കുന്ന ഈ സമയം, ഈ ആരാധന മണിക്കൂറിൽ ഞങ്ങൾക്ക് കൽപ്പിച്ചനുവദിക്കണമേ എന്ന്, ആ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കൃപാസനത്തിൻ്റെ ഓൺലൈൻ ശുശ്രൂഷകളിലൂടെ നിയോഗം സമർപ്പിച്ചിട്ടുള്ള ഓരോ മക്കളെയും ഈ സമയം നമുക്ക് ആരാധന മണിക്കൂറിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കൃതജ്ഞതാ സമർപ്പണ ആരാധന തുടങ്ങിയ ദിവസം മുതൽ കണ്ണുനീരോട് കൂടിയിട്ട് എൻ്റെ ഈ ഒരു വിഷയത്തിൻ്റെ മേല് തീരുമാനമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ഈ ആരാധനാ സമയം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലൈറ്റ് എ ക്യാൻഡിൽ പ്രാർത്ഥനയിലൂടെയും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും ലിവിങ് ഓറക്കിൾ ശുശ്രൂഷയിലൂടെയും ഏറെ പ്രത്യേകമായിട്ട് മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന മരിയൻ ഉടമ്പടി ആരാധനയിലൂടെയും എല്ലാം നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി എത്രയും വേഗം ഉയർത്തണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കഴുകണമേ യേശുവേ, കഴുകണമേ പൂർണ്ണമായി കഴുകണമേ യേശുവേ, കഴുകണമേ പൂർണ്ണമായി കഴുകണമേ ചിന്തിയ രക്തത്താൽ കഴുകണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ വിവിധ ഭൂഖണ്ഡങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള എല്ലാ വിദേശ ധ്യാനങ്ങളെയും ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് അവരുടെ നിയോഗങ്ങളെ പുനഃസമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ മക്കളാണ് വിദേശ രാജ്യങ്ങളിലായിരുന്നു കൊണ്ട് അച്ഛൻ്റെ വിദേശ ധ്യാനങ്ങളിലൂടെ മരിയൻ ഉടമ്പടിയെടുത്ത് വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നത്. ഏറെ പ്രത്യേകമായിട്ട് അഖണ്ഡ ജപമാല ഗ്രൂപ്പുകളിലൂടെ വലിയ വലിയ മിഷൻ സേവനങ്ങൾ ചെയ്യുന്നത് എല്ലാവരെയും നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമായിട്ട് കൃപാസനത്തിലെ എല്ലാ ശുശ്രൂഷകളെയും രാവ് മുതൽ അന്തി വരെ, വെളുക്കുന്നത് മുതൽ അന്തി വരെ ഇവിടെ ഉണ്ണാതെയും ഉറങ്ങാതെയും ഒക്കെ ശുശ്രൂഷ ചെയ്യുന്ന അനേകം ദൈവമക്കളുണ്ട്. ഈശോയെ, അവരുടെ ശുശ്രൂഷകൾക്ക്, ആത്മാർത്ഥതയോടുള്ള സേവനങ്ങൾക്ക് നീ തന്നെ പ്രതിഫലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഈ ദൈവരാജ്യ വയലിലേക്ക് സമ്പൂർണ്ണ സമർപ്പണത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ അനേകം യുവതി യുവാക്കളെ നീ തിരഞ്ഞെടുത്ത് വിളിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ധാരാളം ദൈവ വിളികൾ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പുതിയ പുതിയ ശുശ്രൂഷകൾ നൽകി കൃപാസനത്തെ ഇനിയും വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രത്യക്ഷീകരണ ആരാധന മണിക്കൂറിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും
ഈശോയെ ലോകത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷീകരണ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗികളായിട്ടുള്ള മക്കളെ പ്രത്യേകമായിട്ട് നമുക്ക് ഈ ആരാധന മണിക്കൂറിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ സ്വീകരിച്ചു പോയിട്ടുള്ള രോഗികളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. മരിയൻ ഉടമ്പടിയിലായിരിക്കുന്ന രോഗികളായിട്ടുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള രോഗികളായ മക്കളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിൽ രോഗികളായിരിക്കുന്നവരെ പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമായിട്ട് മാരക രോഗത്താൽ വലയുന്നവർ, ജനിതകമായ രോഗത്താൽ വലയുന്ന മക്കള് ഓരോരുത്തരെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ അടയാളമായി ഈ ആരാധന മണിക്കൂറിനെ മാറ്റി എത്രയും വേഗം ആ മക്കൾക്ക് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ ആരാധന സമൂഹത്തിലായിരിക്കുന്ന രോഗികളായ മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ഓരോ മക്കളുടെയും മേലും ഈ സമയം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ പീഡാനുഭവത്തോട് ചേർത്ത് അവരുടെ കുരിശുകളെ, സഹനങ്ങളെ ഈശോയെ രക്ഷാകരമാക്കി അവരെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ, സൗഖ്യം തരേണമേ. നാഥാ വരേണമേ, സൗഖ്യം തരേണമേ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിവിധങ്ങളായ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ സമയം ഈ ആരാധന മണിക്കൂറിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബ സമാധാനമില്ലാതെ വലയുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഈ ആരാധന മണിക്കൂറിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മേ ദൈവമാതാവേ, സമാധാന രാജ്ഞിയായ നീ തന്നെ അവരുടെ ഭവനങ്ങളിൽ കടന്നു ചെന്ന് ഈശോയെ സമാധാനം പുനഃസ്ഥാപിക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. തൊഴിലിടങ്ങളിൽ വിഷമസന്ധികൾ അനുഭവിക്കുന്ന ഓരോ മക്കളെയും, ജോലിയില്ലാതെ വലയുന്ന ഓരോ മക്കളെയും, വിവിധ മത്സര പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങി ഒരു തൊഴിലിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളെയും, ലാംഗ്വേജ് ടെസ്റ്റിനായി ഒരുങ്ങുന്ന ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് ഈ ആരാധന മണിക്കൂറിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബോധോജ്ഞാനത്തിൻ്റെ സിംഹാസനമായ ദൈവമാതാവേ, ആ മക്കൾക്ക് വേണ്ടി പ്രത്യേക മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഞ്ചാരി മാതാവേ, ഓരോ ഇടങ്ങളിലേക്കും കടന്നു ചെന്ന് ആ മക്കളുടെ ജീവിത മാർഗത്തെ നീ കാണിച്ചു കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സം നേരിടുന്ന മക്കളെ ഒരു നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ വിഷമിക്കുന്ന ഓരോ മക്കളെയും, ഏറെ പ്രത്യേകമായിട്ട് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവാഹബന്ധം നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് പിരിഞ്ഞു താമസിക്കുന്ന ദമ്പതികളെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, കൃപാസനത്തിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായി ആ ദമ്പതികളെ എത്രയും വേഗം ഒരുമിപ്പിക്കണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വീടില്ലാതെ, സ്ഥലമില്ലാതെ വിഷമിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടം കയറി വലഞ്ഞുകൊണ്ട് സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവര്, മറ്റൊരു മാർഗം തുറന്നു കിട്ടാൻ ആഗ്രഹിക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിലായിരിക്കുന്ന കുഞ്ഞു മക്കളെയും ഏറെ പ്രത്യേകമായിട്ട് ഈ ആരാധന മണിക്കൂറിൽ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം.
ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ ഈശോയെ അവരെ വളർത്തുവാൻ മാതാപിതാക്കളായി ഞങ്ങൾക്ക് വലിയ അഭിഷേകം ഈ ആരാധനയിലൂടെ നൽകണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈശോയെ നിന്നെ അറിഞ്ഞ് സ്നേഹിച്ച് നീ നൽകുന്ന കൃപയിൽ വളർന്ന് നിന്റെ രാജ്യത്തിൻ്റെ വികസനത്തിന് ഓരോ മക്കളെയും പോരാളികളായി ഉയർത്തണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വിദേശ യാത്രയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഈ ആരാധനാ മണിക്കൂറിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഈ സമയം പറയാത്ത ഓരോരോ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കഞ്ചാവ്, മദ്യപാനം, മറ്റ് ലഹരി വസ്തുക്കള് എന്നിവയ്ക്ക് അടിമയായി ജീവിതം നശിപ്പിച്ച് ഈശോയെ ജീവിതത്തിന് യാതൊരു പ്രതീക്ഷയും ഇല്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, നോക്കുന്നില്ല എന്നുള്ള വിഷമത്തോടുകൂടി ഭവനങ്ങളിലായിരിക്കുന്ന യുവതി യുവാക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാനസിക രോഗങ്ങൾ മൂലം വിഷമിക്കുന്ന ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയ ജീവിത പ്രതിസന്ധി നേരിടേണ്ടി വന്ന ഘട്ടത്തിൽ മാനസിക നില തെറ്റി ഇപ്പോഴും ആ ഒരു വിഷമസന്ധിയിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഈ ആരാധനയിലൂടെ നീ തൊടുന്നത് ഈശോയെ ഞങ്ങൾ അനുഭവിച്ചറിയുകയായിരുന്നു. ഈശോയെ ഓരോ മക്കളെയും നീ സന്ധിക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്ന് പരിശുദ്ധമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ഈ സമയം നീ പുത്രനോട് പറഞ്ഞ് എല്ലാം നിറവുകളാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ 6 കൽഭരണികളിൽ നീയാകുന്ന ദൈവസ്നേഹത്തെ, വിശ്വാസത്തെ, പ്രത്യാശയെ, സമർപ്പണത്തെ നിറച്ചുകൊണ്ട് ഈശോയെ അധിക ദൈവസ്നേഹത്തോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ചു മുന്നേറാൻ ആവശ്യമായുള്ള അധിക അഭിഷേകം ഈ സമയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ നാളിതുവരെ നിന്റെ അൾത്താരയിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ കൂദാശ ജീവിതം ഇല്ലാതെ ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പരിശുദ്ധമ്മേ ദൈവമാതാവേ ആ ഓരോ മക്കളെയും നിന്റെ തിരുക്കുമാരന്റെ സന്നിധിയിലേക്ക്, കൂദാശ ജീവിതത്തിലേക്ക് ഈ മരിയൻ പ്രത്യക്ഷീകരണത്തിന്റെ യോഗ്യതയാൽ നീ അൾത്താരയിലേക്ക് ഈ സമയം ഓരോ മക്കളെയും ആകർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ക്രിസ്തു സമാധാനം ഈശോയെ സഭ നൽകുന്ന കൂദാശകളിൽ കണ്ടെത്തുവാൻ ഞങ്ങളുടെ മക്കൾക്ക്, ഏറെ പ്രത്യേകമായിട്ട് യുവതി യുവാക്കൾക്ക് വലിയ അഭിഷേകം ഈ ആരാധനയിലൂടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള ഓരോ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ഓരോ കുഞ്ഞ് ജീവിത വിഷയങ്ങളെയും മരിയൻ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷ്യമാക്കി ഉയർത്തുവാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 സ്തുതി, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ചെയ്യും നീയോ
വചന സന്ദേശം നമുക്ക് ശ്രവിക്കാം. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 4 വരെയും 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്കെറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകൻ്റേത് പോലുള്ള 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ബൈബിളിലെ പാസേജ്, വെളിപാടിൻ്റെ പുസ്തകം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വായിച്ചു കേൾപ്പിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കൃപാസനത്തിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു വചനഭാഗമാണിത്. അതായത് നിങ്ങൾ കേട്ടതുപോലെ സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ മീഡിയയിലൂടെ വളരെ ചർച്ചയായിട്ടുള്ളൊരു വിഷയമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തെ പറ്റി. മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസ് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരിയേറെ ചാനലുകളിലാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഇനി പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത സഭകളൊക്കെ വീഡിയോയൊക്കെ ഇട്ട് പരിശുദ്ധ അമ്മയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത്. ഇവിടെയാണ് ഇക്കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്തിരിക്കുന്ന ഓരോ മക്കളുടെയും ക്രിസ്തു വെളിച്ചം പകരുവാൻ ഒരു ദീപമായി മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രശോഭിക്കുന്നത്. ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് പ്രാർത്ഥിച്ചു, ധ്യാനിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ദൈവപിതാവ് വലിയൊരു സന്ദേശം നൽകി. അത് ഇതായിരുന്നു: ജോ മോളെ, പുരാതന സർപ്പം എന്ന് നീ കേട്ടിട്ടില്ലേ? ഈ പുരാതന സർപ്പം ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ദൈവമാതാവിൻ്റെ മധ്യസ്ഥത ദൈവജനത്തിന് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരു വെളിപാടാണ് ദൈവപിതാവ് ആ സമയം എനിക്ക് നൽകിയത്. ജോമോളെ, പുരാതന സർപ്പം ഈ ഭൂമിയിൽ ആധിപത്യം നടക്കുന്ന കാലത്തോളം ദൈവമാതാവിനെ ഒരു ദൈവ പൈതലിന് വേണം. ആ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. അവസാനം കേട്ടത് ഇപ്രകാരമാണ്: സമയവും സമയങ്ങളും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. അതായത് ദൈവമാതാവിനെ നമ്മൾ ഭവനങ്ങളിലേക്ക് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ പുരാതന സർപ്പത്തിൻ്റെ ആധിപത്യം നമുക്കറിയാവുന്ന പോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ഇടപെടൽ ഉണ്ടാകുന്നത് അത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ജീവിത വിഷയങ്ങളുടെ സമയത്തിൻ്റെ മേലാണ്. ഈ ഒരു സമയത്തെ സർപ്പാസ് ചെയ്യുവാൻ, അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവപിതാവ് പ്രത്യേകമായ അധികാരം, മധ്യസ്ഥ സ്വാധീനം കൽപ്പിച്ചു നൽകിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ആദ്യത്തെ സുവിശേഷ ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. കാനായിൽ നടന്ന ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതിനുള്ള ആദ്യത്തെ അത്ഭുതത്തിലൂടെ. അവിടെ സമയമായില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധ ദൈവമാതാവ് പറയുന്നത് ഒന്ന് മാത്രമാണ്: അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്താൽ ഈ ഒരു സമയം നിന്റെ ജീവിതത്തിൽ ദൈവമഹത്വം പ്രവർത്തിക്കാനുള്ള
ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങൾ നിന്നിലൂടെ തന്നെ ലോകത്തിൽ ആരംഭിക്കാനുള്ള വലിയൊരു ദൈവിക പദ്ധതിയുടെ സമയത്തിന് തുടക്കമാകും. ഈ ഒരു വലിയ രഹസ്യം, സ്വർഗീയ രഹസ്യം, ഈ ഒരു കാനായിലെ അത്ഭുതത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. മരിയൻ ഉടമ്പടി ഒരു വ്യക്തി എന്തിന് എടുക്കണം എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയാണ് ഇത്. നമുക്കറിയാവുന്നതുപോലെ ഈ കാനായിലെ 6 കൽഭരണികളെ പ്രതിനിധീകരിക്കുന്ന 6 നിബന്ധനകളും ഒപ്പം തന്നെ നമ്മുടേതായ 6 നിയോഗങ്ങളുമാണ് മരിയൻ ഉടമ്പടിയിൽ നമ്മൾ സമർപ്പിക്കുന്നത്. ഈ ഓരോരോ മരിയൻ ഉടമ്പടി നിബന്ധനകളിലും ദൈവപിതാവ് പരിശുദ്ധ അമ്മയ്ക്ക് കൽപ്പിച്ചു നൽകിയ പ്രത്യേകമായ മധ്യസ്ഥ സ്വാധീനത്തിൻ്റെ വലിയ ഘടകങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്. അതൊരു പാക്കേജായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് പാപങ്ങൾ വെറുത്ത് വിശുദ്ധ ജീവിതം നയിക്കുക, ഉപവാസം, കാരുണ്യപ്രവർത്തികൾ, തിരുവചന വായന, ധ്യാനം, ഇങ്ങനെയുള്ള ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തികൾ എന്നിങ്ങനെയുള്ള ഈ 6 നിബന്ധനകളിലൂടെ ദൈവപിതാവ് നമ്മളെ നേരിട്ട് പഠിപ്പിക്കുന്നത് ഈ അവൻ പറയുന്നത് പോലെ ചെയ്യാനുള്ള കുറുക്ക് വഴികളാണ്. അത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനിലൂടെ നമുക്ക് കാച്ചിക്കുറുക്കിയാണ് ഈ ഒരു മരിയൻ പ്രത്യക്ഷീകരണം വഴി നമുക്ക് നൽകിയത് ദൈവപിതാവ്. ഇങ്ങനെ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും പരിശുദ്ധ അമ്മ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ കുരിശിൻ്റെ ചുവട്ടിലേക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിൽ നിന്നുള്ളൊരമ്മ വലിയ അഭിഷേകത്തോടുകൂടി ഈ കൃപാസന അൾത്താരയിൽ ഒരു സാക്ഷ്യം പറഞ്ഞു. ആ അമ്മ അവസാനം പറഞ്ഞത് ഇപ്രകാരമാണ്: ഒരു ദിവസം സ്വപ്നത്തിൽ പരിശുദ്ധ ദൈവമാതാവ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, മോളെ, നീ ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഒന്ന് ചെല്ല്, നിൻ്റെ വിഷയങ്ങളെല്ലാം അവിടെ ഇറക്കി വയ്ക്ക്. ഈ ഈശോയുടെ അടുത്ത് ചെല്ലാൻ, പരമപരിശുദ്ധനായ ഈശോയെ പുൽകുവാൻ, ഈശോയോട് നമ്മുടെ വിഷയങ്ങൾ ഉണർത്തിക്കുവാൻ വലിയൊരു വിശുദ്ധീകരണ നടപടിയിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്ന വലിയൊരു പ്രാർത്ഥന കൂടിയിട്ടാണ് ഈ മരിയൻ ഉടമ്പടി നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവപിതാവിന് നന്ദി പറയാം. ആരെങ്കിലും നിങ്ങളോട് എന്തിന് മരിയൻ ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനൊരു ഉത്തരം വേണം. കാരണം പുരാതന സർപ്പം ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം സർപ്പത്തിൻ്റെ മേൽ ചവിട്ടി നടക്കുവാൻ ദൈവപിതാവ് ഉൽപ്പത്തി 3:15 തിരുവചനം അനുസരിച്ച് ദൈവപിതാവ് കൽപ്പിച്ചു തന്നിരിക്കുന്ന വലിയൊരു അധികാരം, അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിൽക്കുന്നതല്ല. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അവസാനിക്കുമ്പോൾ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാ നിൻ്റെ അമ്മ. അന്നു മുതൽ ആ ശിഷ്യൻ അവളെ, അമ്മയെ, പരിശുദ്ധമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. തുടർന്നാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ തിരുസഭ സ്ഥാപനം മുതൽ സഭ വളർന്ന് പന്തലിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ നമ്മളെയൊക്കെ കാർന്നു തിന്നുന്ന ഒരുപാട് സർപ്പങ്ങളുണ്ട്. അത് സമയം മാത്രമല്ല, വ്യക്തികളാകാം, സാഹചര്യങ്ങളാകാം, നമ്മുടെയൊക്കെ ചിന്താധാരണകളാകാം. ഇതിനെല്ലാം തടയിടുന്ന, ഇതിനെല്ലാം അതിജീവിക്കുന്ന വലിയൊരു അഭിഷേകത്തിൻ്റെ കൃപ അത് ഈ മരിയൻ ഉടമ്പടി വഴി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണം ലോകത്തോട് പറയുന്നതും അതുതന്നെയാണ്. സമയവും സമയങ്ങളും പരിശുദ്ധമ്മ ഈ ഭൂമിയിൽ സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ദൈവമക്കൾക്ക് കാവലാകാൻ, അനേകം മക്കൾക്ക് ക്രിസ്തു പ്രകാശം കൈമാറുവാൻ, അവരെ ക്രിസ്തുവാകുന്ന യഥാർത്ഥ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ പരിശുദ്ധ അമ്മ സദാ സന്നദ്ധയാണ്. ഒന്നു മാത്രം, നമ്മൾ അവളെ നമ്മുടെ ഭവനത്തിൽ സ്വീകരിക്കാൻ തയ്യാറാകണം. പരിശുദ്ധമ്മയുടെ വലിയ പ്രത്യക്ഷീകരണ മണിക്കൂറിലായിരിക്കുന്ന സമയം അമ്മ നമ്മളോട് പറയുന്നത് ഇപ്രകാരം തന്നെയാണ്: നിങ്ങൾ മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് ക്രിസ്തു സാക്ഷികളായി ലോകത്തിൽ പ്രശോഭിക്കുക. ആവേ മരിയ. നമുക്ക് മുട്ടുമേലായിരിക്കാം. സമാപന ആശീർവാദത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. നാളത്തെ കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണത്തോടനുബന്ധിച്ചുള്ള എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സ്ഥാപക ഡയറക്ടറായ, നമ്മുടെ എല്ലാം ആത്മീയ പിതാവായ
ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുപാട് ശാരീരിക അസ്വസ്ഥതകളിലൂടെ, രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന അച്ഛനെ പരിശുദ്ധമ്മേ ദൈവമാതാവേ, ഈ പ്രത്യക്ഷീകരണ ആരാധന മണിക്കൂറിൽ ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ 1 മണിക്കൂറോളം ഈശോയുടെ കൂടെ ആയിരുന്നുകൊണ്ട് ഞങ്ങൾ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടിയുടെ യോഗ്യതയാൽ ഞങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ വലിയ കൃപകൾ ഇനിയും നിറച്ചുകൊണ്ട് ഈശോയെ ലോകത്തിന് മുഴുവൻ ഈ മരിയൻ ഉടമ്പടിയിലൂടെ ക്രിസ്തുവാകുന്ന പ്രകാശം കൈമാറുവാൻ ഈ ആരാധനാ മണിക്കൂറിൽ ഈശോയെ അച്ഛനെ വീണ്ടും വീണ്ടും ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുത്ത ഞങ്ങളെ ഓരോരുത്തരെയും ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടി വിശ്വസ്തതാപൂർവം പാലിക്കുവാനുള്ള അധിക കൃപ ഈ ആരാധനയിലൂടെ നൽകണമേ. ഈശോയെ, ലോകത്തിന് കൈമാറുവാൻ മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. കൈകൾ വീശി പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.